നമസ്കാരം. തമിഴ്നാട്ടിൽ ക്ഷേത്രങ്ങളിൽ കൊടിമരത്തിന് ശേഷം ഹിന്ദുക്കളല്ലാത്തവർക്ക് പ്രവേശനമില്ലെന്ന ബോർഡ് സ്ഥാപിക്കാൻ ഹിന്ദു റിലീജിയസ് ആൻഡ് ചാരിറ്റബിൾ എൻഡോമെന്റ് വകുപ്പിനോട് ആവശ്യപ്പെട്ട് മദ്രാസ് ഹൈക്കോടതി രംഗത്ത് വന്നിരിക്കുകയാണ്. ഹിന്ദുക്കൾക്കും അവരുടെ മതത്തിൽ വിശ്വസിക്കാനും ആചാരങ്ങൾ പിന്തുടരാനും അവകാശമുണ്ട് എന്നും കോടതി പറഞ്ഞിരുന്നു. ഹൈക്കോടതിയിലെ മധുര ബെഞ്ചിലെ ജസ്റ്റിസ് എസ് ശ്രീമതിയുടേതാണ് വിധി. പഴനി ദണ്ഡയുധപ്പാണി സ്വാമി ക്ഷേത്രത്തിലും അതിന്റെ ഉപക്ഷേത്രങ്ങളിലും ഹിന്ദുക്കൾക്ക് മാത്രം പ്രവേശനം അനുവദിക്കണമെന്ന ഡി സെന്തിൽകുമാറിന്റെ ഹർജി പരിഗണിക്കുകയായിരുന്നു കോടതി. എല്ലാ പ്രവേശന കവാടങ്ങളിലും അഹിന്ദുക്കൾക്ക് പ്രവേശനമില്ല എന്ന ബോർഡുകൾ സ്ഥാപിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടുണ്ട്. പ്രശസ്തമായ ഈ മുരുകക്ഷേത്രം ദിണ്ടിക്കൽ ജില്ലയിലെ പഴനിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. തമിഴ്നാട് സർക്കാരിനെ പ്രതിനിധീകരിച്ച് പ്രിൻസിപ്പൽ സെക്രട്ടറി, ടൂറിസം വകുപ്പ് കമ്മീഷൻ, HR&CE വകുപ്പ്, പഴനി ക്ഷേത്രത്തിലെ എക്സിക്യൂട്ടീവ് ഓഫീസർ എന്നിവരാണ് എതിർകക്ഷികൾ. HR&CE വകുപ്പാണ് തമിഴ്നാട്ടിലെ ഹിന്ദു ക്ഷേത്രങ്ങളുടെ ഭരണം നടത്തുന്നത്. സെന്തിൽകുമാറിന്റെ ഹർജി സ്വീകരിച്ച കോടതി ക്ഷേത്രത്തിന്റെ പ്രവേശന സ്ഥലത്തും കൊടിമരത്തിന് സമീപവും കൊടിമരത്തിന് ശേഷം അഹിന്ദുക്കൾക്ക് പ്രവേശനമില്ല എന്ന ബോർഡ് സ്ഥാപിക്കാൻ സർക്കാരിനോട് ആവശ്യപ്പെടുകയായിരുന്നു. ഹിന്ദു മതത്തിൽ വിശ്വസിക്കാത്ത അഹിന്ദുക്കളെ പ്രവേശിപ്പിക്കരുത് എന്ന് എതിർഭാഗത്തോട് നിർദ്ദേശിക്കുന്നു. അഹിന്ദുക്കൾ ക്ഷേത്രത്തിൽ പ്രവേശിച്ച് പ്രതിഷ്ഠ സന്ദർശിക്കണമെന്ന് ആവശ്യപ്പെട്ടാൽ അവരിൽ നിന്നും ദൈവത്തിൽ വിശ്വാസമുണ്ട് എന്ന് ഹിന്ദുമതത്തിന്റെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും പാലിക്കുമെന്നും ക്ഷേത്ര ആചാരങ്ങൾ അനുസരിക്കുമെന്നും പ്രതിജ്ഞയെടുക്കണം. അങ്ങനെയാണെങ്കിൽ അഹിന്ദുക്കളെ ക്ഷേത്രത്തിൽ പ്രവേശിപ്പിക്കാം എന്നാണ് കോടതി ഉത്തരവ്. അത്തരത്തിൽ ആരെങ്കിലും പ്രവേശിപ്പിക്കുകയാണ് എങ്കിൽ അത് ക്ഷേത്രത്തിന്റെ രജിസ്റ്ററിൽ രേഖപ്പെടുത്തണമെന്നും കോടതി പറയുന്നു. സർക്കാർ ക്ഷേത്രത്തിന്റെ അനുഷ്ഠാനങ്ങളും ആചാരങ്ങളും കർശനമായി പാലിച്ചുകൊണ്ട് ക്ഷേത്രം പരിപാലിപ്പിക്കണമെന്നും കോടതി ഉത്തരവിട്ടിട്ടുണ്ട്. എന്നാൽ പ്രസ്തുത ക്ഷേത്രത്തിൽ മാത്രം ഉത്തരവ് നടപ്പാക്കണമെന്ന് സർക്കാരിന്റെ റിട്ടയർഡ് ഹർജിയും കോടതി തള്ളിയിരിക്കുകയാണ്. ഇവിടെ ഉന്നയിക്കപ്പെട്ട പ്രശ്നം വലുതാണ് എന്നും എല്ലാ ഹിന്ദു ക്ഷേത്രങ്ങൾക്കും ഇത് ബാധകമാണ് എന്നും കോടതി പറഞ്ഞു. ഈ നിബന്ധനകൾ വലിയ മതങ്ങൾക്കിടയിൽ സാമുദായിക സൗഹാർദ്ദവും സമൂഹത്തിൽ സമാധാനവും ഉറപ്പാക്കുകയും ചെയ്യുമെന്നും കോടതി കൂട്ടിച്ചേർത്തു. അതുകൊണ്ട് തന്നെ സംസ്ഥാന സർക്കാർ, HR&CE വകുപ്പ് തുടങ്ങി ക്ഷേത്ര ഭരണവുമായി ബന്ധപ്പെട്ട എല്ലാവരും ഈ ഉത്തരവ് എല്ലാ ഹിന്ദു ക്ഷേത്രത്തിൽ നടപ്പാക്കണമെന്നും കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട്. ക്ഷേത്രങ്ങൾ ടൂറിസ്റ്റ് സ്ഥലങ്ങളോ പിക്നിക് സ്പോട്ടുകളോ അല്ലെന്നും കോടതി പറയുകയുണ്ടായി. ചില ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാട്ടിയായിരുന്നു കോടതിയുടെ പരാമർശം. അന്യമതത്തിൽപ്പെട്ട ഒരുപറ്റം ആളുകൾ ബൃഹദീശ്വർ ക്ഷേത്രത്തെ ടൂറിസ്റ്റ് കേന്ദ്രമാക്കി കണക്കാക്കി ക്ഷേത്ര പരിസരത്ത് മാംസാഹാരം കഴിച്ചതായി റിപ്പോർട്ടുണ്ട്. അതുപോലെ ജനുവരി 11 മധുര മീനാക്ഷി സുന്ദരേശ്വർ ക്ഷേത്രത്തിൽ മറ്റ് മതത്തിൽപ്പെട്ടവർ പ്രവേശിക്കുകയും അവരുടെ മതഗ്രന്ഥം ഉപയോഗിച്ച് കോവിലിന് സമീപം പ്രാർത്ഥന നടത്തിയതായും ഈ പത്രം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ സംഭവങ്ങൾ ഹിന്ദു മതസ്ഥർക്ക് ഭരണഘടന നൽകുന്ന മൗലികാവകാശങ്ങളിൽ ഇടപെടുന്നതാണ് എന്നാണ് കോടതി പറഞ്ഞത്. വാർത്തയുടെ നിറം തേടി തനിനിറം.